കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ദുർഭരണം മാത്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ എവിടെയെങ്കിലും ഒന്ന് തോറ്റു എന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. എങ്കിലിത് ഇന്ന് പിണറായി വിജയൻ തോറ്റിരിക്കുന്നു, മുട്ടുകുത്തിയിരിക്കുന്നു. നമസ്കാരം. നമ്മളുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം തോറ്റു എന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ. കാരണം അദ്ദേഹത്തിന്റെ നെറുകെട്ട പ്രവർത്തനങ്ങൾ തന്നെ. പക്ഷേ ഈ നെറുകെട്ട പ്രവർത്തനങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ നെറുകെട്ട മറ്റൊരു മനുഷ്യൻ വന്നു കഴിഞ്ഞാലേ പിണറായി വിജയനെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ്. പക്ഷെ വളരെ മാന്യമായ രീതിയിൽ വളരെ നല്ല ഒരു സേവനം കാഴ്ചവെച്ച വ്യക്തി തന്നെ അദ്ദേഹത്തെ ഇന്ന് തോൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം മുട്ടുകുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോ നമ്മളുടെ കണ്ണൂര് മുൻ ജില്ലാ പ്രസിഡന്റ് PP ദിവ്യയുടെ കാര്യം നിങ്ങൾക്കറിയാം. അപ്പൊ ഈ ദിവ്യക്കെതിരെ അന്വേഷണം വേണം, കേസെടുക്കണം എന്ന് ശുപാർശ ചെയ്ത ഒരു വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ KM എബ്രഹാമിനെതിരെയുള്ള ആ പരാതിയിന്മേലുള്ള അന്വേഷണത്തിന്റെ കേസ് ഫയലുകൾ CBIക്ക് കൈമാറിയ ഒരു വ്യക്തിയുണ്ട്. ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കണക്കുകളിൽ ക്രമക്കേട് കണ്ടപ്പോൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി അതിനെതിരെ കേസെടുത്ത് അന്വേഷണം ആവശ്യപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ ധാരാളം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്കെതിരെയുള്ള പരാതികളിൽ തീർപ്പ് കൽപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലും പിണറായി വിജയന് തലവേദന മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് യോഗേഷ് ഗുപ്ത IPS എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ പിണറായി വിജയനെതിരെ. അദ്ദേഹത്തിന് 3 വർഷത്തിനിടയ്ക്ക് 7 സ്ഥലം മാറ്റങ്ങളാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് 3 വർഷത്തിനിടയ്ക്ക് 7 സ്ഥലം മാറ്റം എന്നുള്ളത് മാത്രമല്ല, 2 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അത് സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോൾ, അതായത് ഒരാളെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ഒരു തസ്തികയിൽ നിയമിച്ചാൽ 2 വർഷമെങ്കിലും ഒരുങ്ങിയത് അവിടെ തന്നെ നിലനിർത്തണം എന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയുള്ളപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ ഈ 7 സ്ഥലം മാറ്റങ്ങൾ 3 വർഷത്തിനിടെ ഈ യോഗേഷ് ഗുപ്തയ്ക്ക് കൊടുത്തത്. അപ്പോ അദ്ദേഹത്തിന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തില് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. അതായത് ഇപ്പൊ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രത്തിലത്തെ ഏതെങ്കിലും ഏജൻസികളിലോ അല്ലെങ്കിൽ കേന്ദ്ര സർവീസിലോ നിയമിക്കണം എന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ പരാതികളോ നടപടികളോ ഒന്നുമില്ല എന്നുള്ളത് കാണിച്ച് സംസ്ഥാന സർക്കാർ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്നത് CBIയിലും ED അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും എല്ലാം വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിലോട്ട് പോവുകയാണെങ്കിൽ ഈ CBIയുടെയോ EDയുടെയോ തലപ്പത്തേക്ക് വരാനുള്ള സാധ്യതയുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ആ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഈ പിണറായി വിജയന് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ പിണറായി വിജയൻ എന്ത് ചെയ്തു? ഈ വിജിലൻസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ യോഗേഷ് ഗുപ്തയ്ക്ക് കൊടുക്കാതെ തടഞ്ഞു വെച്ചു. മാത്രമല്ല ഇതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അതായത് 6 പേരുടെ ഒരു പട്ടിക സംസ്ഥാന പോലീസ് മേധാവി ആകാനുള്ള ആ ഒരു പട്ടിക കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പിണറായി വിജയൻ എന്ന് പറയുന്നത്. അതിലൊരു വ്യക്തി എന്ന് പറയുന്നത് ഈ യോഗേഷ് ഗുപ്തയാണ്. അപ്പോ എന്ത് ചെയ്തു? ഇവര് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ തരാം, പക്ഷേ ഈ സംസ്ഥാന പോലീസ് മേധാവിയായിട്ടുള്ള ആ ഒരു ലിസ്റ്റിൽ നിന്ന് സ്വയം പിന്മാറണം എന്നുള്ള ഒരു ഭീഷണി മുന്നിൽ വെച്ചു. അങ്ങനെ പിന്മാറുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരാം എന്നുള്ള ഒരു നിബന്ധന വെച്ചു. ഇദ്ദേഹം ഇതൊന്നും കേട്ടില്ല. അവസാനം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? നേരെ പിണറായി വിജയന്റെ അതായത് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിലേക്ക് ഒരു പരാതി അയച്ചു. അതിനും നടപടി ഉണ്ടായില്ല. അവസാനം എന്ത് ചെയ്തു? ഇദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന CAT എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു കോടതി പോലെയുള്ള ഒരു സംവിധാനമാണ്. അങ്ങോട്ടേക്ക് പരാതി കൊടുത്തു. അങ്ങോട്ടേക്ക് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും പിണറായി വിജയൻ എന്ന് പറയുന്നത് അവിടെയും ധാരാളം വാദമുഖങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് തന്നെ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അതിന്റെ ഒരു വിധി വന്നിരിക്കുകയാണ്. അതായത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പിണറായി വിജയന് ഒരു ശാസന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നു. വരുന്ന 5 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിനുള്ള ആ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണം എന്നുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഒരു ആഗ്രഹമാണ്
ഈ പിണറായി വിജയനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പിലല്ല, നോർമൽ ആ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ നെറുകെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ നെറുകെട്ട ഒരു വിദ്വാൻ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇനി വരണം എന്നുള്ളതാണ്. പക്ഷെ അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. സത്യസന്ധനായിട്ടുള്ള കറകളഞ്ഞ ഒരു IPS ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ തറ പറ്റിച്ചിരിക്കുന്നു. ഇതിനു മുമ്പും ധാരാളം പേരെ പിണറായി വിജയൻ പരമാവധി ശല്യം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിൽ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരോ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോ എന്നുള്ള യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ നെറുകെട്ട പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കാത്ത ഏത് ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിലും പീഡിപ്പിക്കുന്ന പിണറായി വിജയന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ ഈ പരാജയം എന്ന് പറയുന്നത്.